ചരിത്ര സെമിനാറിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന താമരശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ പ്രസിഡന്റ് ശ്രീ പി സുധാകരൻ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള കാലിക്കറ്റ് സർവകലാശാല ചരിത്ര വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ MP മുജീബ് റഹ്മാൻ ഉൾപ്പെടെ വായോളി അടക്കമുള്ള സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരെ, നല്ലവരായ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, 1921 മലബാർ കലാപത്തിന് 100 വയസ്സാവുകയാണ്. ഒരു നൂറ്റാണ്ടുകൾക്കിപ്പുറവും ഒരു കലാപവും കലാപ നേതാക്കളും സജീവമായി ചർച്ചകൾക്ക് വിഷയീഭവിക്കുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്നത് ആ സമരത്തിൻ്റെ ഐതിഹാസികതയും ചരിത്ര പ്രാധാന്യവുമാണ്. 21 ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ തീർച്ചയായും ആ കാലയളവിലെ ഏറനാട്, വള്ളുവനാട് താലൂക്കുകളിലെ രാഷ്ട്രീയം അപഗ്രഥിക്കേണ്ടതുണ്ട്. ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചത് ആലി മുസ്ലിയാരോ വാലിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയോ അല്ല. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷുകാർ ഉൾക്കൊള്ളുന്ന ചേരി വിജയിക്കാൻ വേണ്ടി അവർ പല കാര്യങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞത്, ഞങ്ങൾ ജയിച്ചാൽ തുർക്കിയിലെ ഖിലാഫത്ത് നിലനിർത്തും. അത് പറഞ്ഞതുകൊണ്ട് മാത്രം ഒരുപാട് ആളുകൾ ബ്രിട്ടൻ അനുകൂലമായി ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിലപാടെടുത്തു. പട്ടാളക്കാരെന്നുള്ള നിലയിൽ സേവനവും അനുഷ്ഠിച്ചു. ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞു. ബ്രിട്ടൻ ഉൾക്കൊള്ളുന്ന ചേരി വിജയിച്ചു. പക്ഷേ ബ്രിട്ടൻ വാക്ക് പാലിച്ചില്ല. തുർക്കിയിലെ ഖിലാഫത്ത് അവസാനിപ്പിക്കാനാണ് സഖ്യകക്ഷികൾ തീരുമാനിച്ചത്. ഇത് വലിയ പൊതു പ്രതിഷേധം ലോകവ്യാപകമായി ഉണ്ടാക്കി. ഇന്ത്യയിലും അത് അതിൻ്റെതായിട്ടുള്ള അനുരണനങ്ങൾ സൃഷ്ടിച്ചു. എല്ലാവരും മൊബൈൽ ഫോൺ ഒന്ന് ഓഫാക്കി വെക്കണം. ഞാനൊരു അധ്യാപകനായിരുന്നത് കൊണ്ട് ഇടക്കിടക്കുള്ള ഈ ശബ്ദം വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കും. ് 1921 മലബാർ കലാപം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഭാഗമായി സംഭവിച്ചിട്ടുള്ളതാണ്. ഇന്ത്യയിൽ മുസ്ലിം ജനവിഭാഗത്തെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ഒരു നല്ല വഴി എന്നുള്ള നിലയിലാണ് മഹാത്മാഗാന്ധി ഖിലാഫത്ത് പ്രസ്ഥാനത്തെ കണ്ടത്. പിൽക്കാലത്ത് ഇന്ത്യ വിഭജനത്തിന്റെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച മുഹമ്മദ് അലി ജിന്ന ആദ്യകാലത്ത് കോൺഗ്രസ്സുകാരനായിരുന്നു. അദ്ദേഹം കോൺഗ്രസിനോട് വിട പറഞ്ഞ് അതിൽ നിന്ന് രാജിവെച്ചത്
കോൺഗ്രസ് ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ്. സർവേന്ത്യ മുസ്ലിം ലീഗ് ഖിലാഫത്ത് പ്രസ്ഥാനത്തെ ഒരു ഘട്ടത്തിലും അനുകൂലിച്ചില്ല. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി പ്രചാരണ പ്രവർത്തനങ്ങൾ നടന്നു. കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ഖിലാഫത്ത് സമ്മേളനങ്ങളും ഖിലാഫത്ത് പ്രക്ഷോഭങ്ങളും പല സ്ഥലങ്ങളിലും കൊടുമ്പിരി കൊണ്ടു. ഏറനാട്, വള്ളുവനാട് താലൂക്കുകൾ ആ കാലത്ത് മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള മേഖലയായിരുന്നു. അവരിൽ മഹാഭൂരിപക്ഷവും കർഷകരും കർഷക തൊഴിലാളികളും കുടിയാന്മാരുമായിരുന്നു. ഭൂജന്മിമാരാകട്ടെ മറ്റു പല പ്രദേശങ്ങളിലും എന്ന പോലെ സവർണ ഹിന്ദു പ്രമാണിമാരായിരുന്നു. ആ കാലത്ത് ഏറനാട്, വള്ളുവനാട് താലൂക്കുകളിലെ മുസ്ലിങ്ങൾ മറ്റു മതസ്ഥരെ പോലെ തന്നെ ദേശീയ പ്രസ്ഥാനമായിരുന്ന കോൺഗ്രസിലാണ് പ്രവർത്തിച്ചത്. നമുക്കറിയാം, 1906 സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപീകൃതമായിരുന്നു. ഢാക്കയിലെ നവാബായിരുന്ന ആഗാഖാനാണ് ലീഗ് രൂപീകരിച്ചത്. കോൺഗ്രസിൽ നിന്ന് മുസ്ലിങ്ങളെ അടർത്തി ഒരു സെപ്പറേറ്റ് പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ബ്രിട്ടീഷുകാർ സർവേന്ത്യ ലീഗിന് വിത്തും വളവും നൽകി പ്രോത്സാഹിപ്പിച്ചത്. 1914 ആകുമ്പോഴേക്ക് ഹിന്ദു മഹാസഭയും രാജ്യത്ത് രൂപീകൃതമായി. അതിന്റെ ലക്ഷ്യം കോൺഗ്രസിൽ നിന്ന് ഹിന്ദുക്കളെ അടർത്തിയെടുത്ത് അവരുടേതായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ അണിനിരത്തുക എന്നുള്ളതായിരുന്നു. രണ്ട് സംഘടനകളുടെ പിന്നിലും ബ്രിട്ടീഷ് ബുദ്ധി പ്രവർത്തിച്ചു. 1915 ആകുമ്പോഴേക്ക് ഇന്ത്യയിൽ മുസ്ലിം സാന്ദ്രീകൃതമായിട്ടുള്ള ഏതാണ്ട് എല്ലാ സ്ഥലങ്ങളിലും സർവേന്ത്യ മുസ്ലിം ലീഗിന് യൂണിറ്റുകൾ രൂപീകൃതമായി കഴിഞ്ഞിരുന്നു. എന്നാൽ ഏറനാട്, വള്ളുവനാട് താലൂക്കുകളിൽ സർവേന്ത്യ മുസ്ലിം ലീഗിന് ഒരു യൂണിറ്റ് പോലും 1919-20 കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും തരത്തിലുള്ള ഒരു സാമുദായിക ചിന്തയോ വർഗീയ മനസ്ഥിതിയോ ഏറനാട്ടിലെയും വള്ളുവനാട്ടിലെയും മാപ്പിളമാർക്കുണ്ടായിരുന്നു എങ്കിൽ തീർച്ചയായും അവര് സർവേന്ത്യ മുസ്ലിം ലീഗിന്റെ ഘടകം രൂപീകരിക്കുകയും ആലി മുസ്ലിയാരും വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയും ആ സംഘടനയുടെ നേതൃപദവിയിൽ വരികയും ചെയ്യുന്ന സ്ഥിതിയായിരുന്നു ഉണ്ടാകുമായിരുന്നത്. ആലി മുസ്ലിയാരും വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയും അടിയുറച്ച കോൺഗ്രസുകാരായിരുന്നു. തന്റെ ജീവിതാവസാനം വരെ ഖദർ വസ്ത്രം മാത്രം ധരിച്ച മതപണ്ഡിതനാണ് ആലി മുസ്ലിയാർ. വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജി തന്റെ ഒരു സുഹൃത്തിന് കോൺഗ്രസ് മെമ്പർഷിപ്പ് കൊടുക്കാൻ വേണ്ടി 8 കിലോമീറ്റർ നടന്നുപോയത് അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിലെ എഴുതപ്പെട്ട കാര്യമാണ്. അവരാരും സർവേന്ത്യ മുസ്ലിം ലീഗിനെ ഭരിക്കുകയോ ആ പാർട്ടിയുമായി ബന്ധപ്പെടുകയോ ആ സംഘടനയുടെ ഒരു ശാഖ രൂപീകരിക്കുകയോ ചെയ്തിരുന്നില്ല. എല്ലാവരും കോൺഗ്രസ്സുകാരായതുകൊണ്ടാണ് കോൺഗ്രസ് ആരംഭിച്ച ഖിലാഫത്ത് പ്രസ്ഥാനം ഏറനാട്, വള്ളുവനാട് താലൂക്കുകളിൽ ശക്തിപ്പെട്ടത്. 1830 മുതൽ ജന്മിമാരും കുടിയാന്മാരും തമ്മിലുള്ള സമരങ്ങളും പോരാട്ടങ്ങളും ബ്രിട്ടീഷ് വിരുദ്ധമായിട്ടുള്ള അച്ചിൽ വാർത്ത് ഈ മേഖലകളിൽ നടന്നിരുന്നു. 10-40ഓളം എടുത്തു പറയത്തക്ക കലാപങ്ങൾ നടന്നിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, മത്തൻകുരിക്കളും ചെമ്പൻ പോക്കരും ആലി മുസ്ലിയാരെ പോലെ, വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയെ പോലെ അതിനു മുൻപ് നടന്ന പല പോരാട്ടങ്ങളിലും ബ്രിട്ടീഷുകാർക്കെതിരായി
പട നയിച്ച് നേതൃത്വം നൽകിയ ആളുകളായിരുന്നു അവർ. പഴശ്ശി രാജാവ് ബ്രിട്ടീഷുകാർക്കെതിരായി പൊരുതാൻ തീരുമാനിച്ചപ്പോൾ വയനാടൻ ചുരം കയറി ചമ്പൻ പോക്കറിന്റെയും മത്തൻകുരിക്കളുടെയും നേതൃത്വത്തിൽ മാപ്പിള പടയാളികൾ അവിടെ എത്തിയത് ചരിത്ര പുസ്തകത്തിൽ രേഖപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചതോടെ മലബാറിൽ കർഷക സമരം പുതിയ ഒരു രൂപത്തിലും ഭാവത്തിലും സംഭവിച്ചു. അതിന്റെ പരിണിതിയായിരുന്നു 1921 മലബാറിൽ നടന്നത്. അത് വർഗീയ കലാപമാണ് എന്ന് വരുത്തി തീർക്കാൻ ബ്രിട്ടീഷുകാരാണ് വലിയ ശ്രമം നടത്തിയത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ അവർ ശിപ്പായി ലഹള എന്ന് വിളിച്ചു. ഒരു പറ്റം പട്ടാളക്കാരാണ് ആ സമരത്തിൽ പങ്കെടുത്തത് എന്നുള്ളതാണ് ശിപ്പായി ലഹള എന്ന് വിളിക്കാൻ അവരെ പ്രേരിപ്പിച്ചത്. സമാനമായ രൂപത്തിലാണ് മാപ്പിളമാരാണ് കൂടുതൽ സമരത്തിൽ പങ്കാളിയായത് എന്നുള്ളതിൻ്റെ പശ്ചാത്തലത്തിൽ മാപ്പിള ലഹള എന്ന് 21 ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന് അവർ പേര് നൽകിയത്. ഹിച്ച്കോക്കിന്റെ ഒരു പുസ്തകമുണ്ട്. ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ എഴുതിയിട്ടുള്ള നിരവധി ലേഖനങ്ങൾ, പുസ്തകങ്ങൾ, അതിലെല്ലാം മോപ്പിള റബല്ലി, മാപ്പിള ലഹള എന്നുള്ള അർത്ഥത്തിലാണ് വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ളത്. അവർ ഒരു ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തെ വർഗീയമാക്കി അപ്രസക്തമാക്കാനാണ് ശ്രമിച്ചത്. ഈ വിഷയത്തിൽ ഗവേഷണം നടത്തിയിട്ടുള്ള ഒരാളാണ് ഞാൻ. എനിക്കതിന് പ്രചോദനമായത് എൻ്റെ ഉപ്പയുടെ ഉപ്പ, കൂരിപ്പറമ്പിൽ തെക്കുംപാട്ട് മരക്കാർ, 1921 മലബാർ കലാപത്തിൽ പങ്കെടുത്ത് ഞങ്ങളുടെ നാട്ടിലെ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് രേഖകൾ നശിപ്പിച്ചു എന്നുള്ളതിന്റെ പേരിൽ പിടിക്കപ്പെട്ട് 12 വർഷം ബെല്ലാരി ജയിലിൽ ശിക്ഷിക്കപ്പെട്ടു. 12 വർഷം അദ്ദേഹം ബെല്ലാരി ജയിലിൽ കഴിയവെയാണ് വല്ലുപ്പയുടെ ആദ്യ ഭാര്യ മരണപ്പെടുന്നത്. ജയിൽ മോചിതനായി വന്നതിന് ശേഷം മറ്റൊരു വിവാഹം കഴിച്ചു. അതിലാണ് എൻ്റെ ഉപ്പ ഉൾപ്പെടെ 3 കുട്ടികൾ ജനിക്കുന്നത്. പലരും ഇതിനെ വർഗീയ കലാപം എന്നാണല്ലോ വിളിക്കാറ്. ചെറുപ്പം മുതലേ ഈ കഥ കേട്ട് വളർന്ന ഞാൻ പലപ്പോഴും അതേക്കുറിച്ചായിരുന്നു ചിന്തിച്ചത്. 12 കൊല്ലം ഒരു വർഗീയ കലാപത്തിൽ പങ്കെടുത്ത് ജയിൽ ശിക്ഷ അനുഭവിച്ച ആളാണ് എൻ്റെ വല്ലിപ്പയെങ്കിൽ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഹൈന്ദവ സമുദായത്തിന് വല്ലിപ്പയോടും ഞങ്ങളുടെ കുടുംബത്തോടും തീർച്ചയായും ഒരു അകൽച്ചയുണ്ടാകും. ഞങ്ങളുടെ വീടിന്റെ നേരെ മുന്നിലുണ്ടായിരുന്നത് വാസുക്കുട്ടി നായരുടെ വീടാണ്. എൻ്റെ വീടിന്റെ ലെഫ്റ്റ് സൈഡിൽ കരുണാകരൻ നായരുടെ വീടാണ്. ഇവരൊക്കെ തന്നെ എൻ്റെ ഉപ്പയുടെ അടുത്ത ചങ്ങാതിമാരാണ്. തൊട്ടപ്പുറത്ത് കുട്ടൻ നായരുടെ വീടുണ്ട്. അവരും ഞങ്ങളുമായിട്ട് ചെറുപ്പം മുതലേ നല്ല ബന്ധമാണ്. ഇതാണ് എന്നിൽ ഒരന്വേഷണത്തിന് പ്രേരണയായി ഭവിച്ചത്. ഞാൻ പല സ്ഥലങ്ങളിലും ചെന്ന് അന്വേഷണങ്ങൾ നടത്തി. അന്യായമായി, അകാരണമായി 21 മലബാർ കലാപകാലത്ത് ഏതെങ്കിലും ഹൈന്ദവ സഹോദരന്മാർ വധിക്കപ്പെട്ടിട്ടുണ്ടോ? അവരുടെ കുടുംബക്കാര് ആ മേഖലയിൽ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ? ജന്മിമാരല്ലാതെ, ബ്രിട്ടീഷ് അനുകൂലികളല്ലാതെ, ഹിന്ദുക്കളായോ മുസ്ലിങ്ങളായോ ആരും 21 കലാപകാലത്ത് കലാപകാരികളാൽ ശിക്ഷിക്കപ്പെടുകയോ വധിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ ഉണ്ടായിരുന്നു എങ്കിൽ RSSും BJPയും ആ ആളുകളുടെ ഇപ്പോഴത്തെ തലമുറയിൽപ്പെടുന്ന
വ്യക്തികളുടെ മഹാസംഗമങ്ങൾ നടത്തി അവരുടെ വാദം തെളിയിക്കാൻ ശ്രമിക്കുമായിരുന്നു. 1921 നടന്നത് ഒരു വർഗീയ കലാപമായിരുന്നുവെങ്കിൽ ഏറനാട് വള്ളുവനാട് താലൂക്കുകളിലെ ഹൈന്ദവ വിശ്വാസികളിൽ മഹാഭൂരിഭാഗവും RSSന്റെ ചേരിയിലായിരുന്നു അണിനിരക്കേണ്ടിയിരുന്നത്. ഏറനാട് വള്ളുവനാട് താലൂക്കുകളിലെ ഹിന്ദുക്കളിൽ മഹാഭൂരിഭാഗവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലാണ് അണിനിരന്നിരിക്കുന്നത്. അവർ കോൺഗ്രസിൽ പോലുമല്ല അണിചേർന്നത്. 21 കലാപത്തെ തള്ളിപ്പറഞ്ഞവരാണ് കോൺഗ്രസ്. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെയും ആലി മുസ്ലിയാരെയും സ്വാതന്ത്ര്യ സമര സേനാനികളായി അംഗീകരിക്കാത്തവരാണ് കോൺഗ്രസ്സുകാർ. RSSൽ ചേരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കോൺഗ്രസിലെങ്കിലുമായിരുന്നു ആ പ്രദേശത്തുള്ള ഹൈന്ദവ സഹോദരന്മാരിൽ ഭൂരിഭാഗവും അണിചേരേണ്ടിയിരുന്നത്. 21 മുതൽ 2021 വരെ ഒരു നൂറ്റാണ്ട് കാലം 1921 നടന്ന ബ്രിട്ടീഷ് വിരുദ്ധ സമരം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാണെന്നും വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും ആലി മുസ്ലിയാരും ഉൾപ്പെടെ 400ഓളം വരുന്ന ബ്രിട്ടീഷുകാര് വധിച്ച ധീരരക്തസാക്ഷികൾ സ്വാതന്ത്ര്യ സമര സേനാനികളാണെന്നും പ്രഖ്യാപിച്ച ആ അഭിപ്രായം ഉയർത്തിപ്പിടിച്ചുകൊണ്ടേയിരുന്ന ഏക രാഷ്ട്രീയ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. മറ്റൊരു പാർട്ടിയും 21 കലാപത്തെ അംഗീകരിച്ചിട്ടില്ല. സർവ്വേന്ത്യാ മുസ്ലിം ലീഗ് പോലും അംഗീകരിച്ചിട്ടില്ല. സർവ്വേന്ത്യാ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ പ്രമേയങ്ങൾ നിങ്ങൾ എടുത്തു നോക്കൂ. 1919 മുതൽ 25 വരെയുള്ള കാലയളവിൽ അവരുടെ ഒരു രാഷ്ട്രീയ പ്രമേയത്തിലും 21 കലാപം കടന്നു വന്നിട്ടില്ല. അതിനൊരു കാരണമുണ്ടായിരുന്നു. മുസ്ലിം സാന്ദ്രീകൃതമായിട്ടും അവിടുത്തെ മാപ്പിളമാര് ലീഗിൽ ചേരാതെ കോൺഗ്രസിൽ നിന്നു. കോൺഗ്രസ് ആരംഭിച്ച ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ സജീവമായി പങ്കാളിത്തം വഹിച്ചു. അവസാനം കോൺഗ്രസ് ആ സമരത്തെ തള്ളിപ്പറഞ്ഞു. അനുഭവിക്കട്ടെ, കോൺഗ്രസിൽ നിന്നിട്ടല്ലേ, കോൺഗ്രസിന്റെ കൂടെ കൂടിയിട്ടല്ലേ. ഞങ്ങളുടെ കൂടെ കൂടിയിരുന്നെങ്കിൽ, ഞങ്ങളുടെ പാർട്ടിയിൽ ചേർന്നിരുന്നെങ്കിൽ ഈ ഒരു ദുർഗതി വരുമായിരുന്നില്ല. ഇതായിരുന്നു സർവ്വേന്ത്യാ മുസ്ലിം ലീഗിന്റെ പക്ഷം. അതുകൊണ്ടാണ് സർവ്വേന്ത്യാ മുസ്ലിം ലീഗ് ഒരു ഘട്ടത്തിലും 21 കലാപത്തെ അംഗീകരിക്കാതിരുന്നത്. സത്യത്തിൽ തങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിച്ച കോൺഗ്രസ് ഒരു നാട്ടിലെ പോരാളികളെ തല്ലിപ്പറഞ്ഞു. സർവ്വേന്ത്യാ മുസ്ലിം ലീഗും അവരെ അംഗീകരിക്കാൻ തയ്യാറായില്ല. വളരെ ദൈന്യമാർന്ന ഒരു അവസ്ഥയായിരുന്നു സത്യത്തിൽ മാപ്പിള കലാപകാരികൾക്ക് ആ കാലത്ത് നേരിടേണ്ടി വന്നത്. ഒരുപാട് ആളുകൾ ആൻഡമാൻ ദ്വീപിലേക്ക് നാട് കടത്തപ്പെട്ടു. നിരവധി പേർ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടു. വാഗൺ ട്രാജഡി ദുരന്തമടക്കം ഉണ്ടായത് നമുക്കറിയാം. എന്തായിരുന്നു വാഗൺ ട്രാജഡി ദുരന്തത്തിൽ സംഭവിച്ചത്? 100-100ഓളം ആളുകളെ തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് നാട് കടത്തി. അതൊരു വർഗീയ കലാപമായിരുന്നു. അതിന്റെ പേരിലായിരുന്നു ആ നാട് കടത്തലെങ്കിൽ മാപ്പിളമാരെ മാത്രമല്ലേ നാട് കടത്തു? വാഗൺ ട്രാജഡി ദുരന്തത്തിൽ മരിച്ച 70 പേരിൽ 4 പേർ ഹിന്ദുക്കളായിരുന്നില്ലേ? മേലേടത്ത് ശങ്കരൻ നായർ പാട്ടക്കുടിയാനായിരുന്നു. എന്തിനാണ് മേലേടത്ത് ശങ്കരൻ നായരെ മാപ്പിളമാരെ കൊണ്ടുപോകുന്ന വാഗണിൽ കുത്തി നിറച്ച് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ബ്രിട്ടീഷുകാർ ശ്രമിച്ചത്? 21 നടന്നത് ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള കലാപമായിരുന്നു എങ്കിൽ ആ കലാപത്തിൽ പങ്കെടുത്ത മാപ്പിളമാരെ കോയമ്പത്തൂരിലേക്ക് നാട് കടത്തിയപ്പോ പാട്ടക്കുടിയാനായിരുന്ന കൊന്നപ്പള്ളി അച്യുതൻ നായരെ
എന്തിനാണ് ആ വാഗണിൽ കുത്തി നിറച്ചത് ബ്രിട്ടീഷുകാർ? തട്ടാൻ ഉണ്ണിപ്പുറയനെ എന്തിനായിരുന്നു മാപ്പിളമാരെ കുത്തി നിറച്ച് കോയമ്പത്തൂരിലേക്ക് അയച്ചപ്പോ അതിൽ ഉൾക്കൊള്ളിച്ചത്? ദളിതനും കർഷക തൊഴിലാളിയുമായിരുന്ന തെട്ടിച്ചിപ്പുവിനെ എന്തിനായിരുന്നു ബ്രിട്ടീഷുകാര് മാപ്പിളമാരെ കോയമ്പത്തൂരിലേക്ക് നാടുകടത്തുന്ന വാഗണിൽ കുത്തി നിറച്ചത്? ഇതൊക്കെ ചരിത്രമാണ്, ആരും കെട്ടിയുണ്ടാക്കി പറയുന്നതല്ല. ഇതിനെ വർഗീയ കലാപം എന്ന് RSSും സംഘപരിവാർ ശക്തികളും വിശേഷിപ്പിക്കുന്നത് ഒരു ചരിത്ര തെളിവുകളുടെയും അടിസ്ഥാനത്തിലല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, എത്രയോ ഹൈന്ദവ നേതാക്കന്മാർ ഈ സമരത്തിൽ മാപ്പിളമാരുടെ കൂടെ നിന്നു. MP നാരായണ മേനോൻ കോൺഗ്രസിന്റെ നേതാവായിരുന്നു അദ്ദേഹം. 21 കലാപം ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള കലാപമായിരുന്നു എങ്കിൽ MP നാരായണ മേനോൻ എന്തിനാണ് മാപ്പിള പക്ഷത്ത് നിന്ന്, കർഷക പക്ഷത്ത് നിന്ന് പൊരുതിയത്? അതിന്റെ പേരിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു. 14 കൊല്ലമാണ് ജയിലിൽ കിടന്നത്. 14 കൊല്ലം. അറസ്റ്റ് ചെയ്യപ്പെടുമ്പോ ഇതൊരു വർഗീയ കലാപമാണ് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞില്ല എന്ന് നമുക്ക് സമ്മതിക്കാം. അറസ്റ്റ് ചെയ്യപ്പെട്ട് 6 മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ 1 കൊല്ലം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ബന്ധുമിത്രാദികൾ ജയിലിൽ ചെന്ന് അദ്ദേഹത്തെ സന്ദർശിച്ചപ്പോ കാര്യങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടാവില്ലേ? എന്തേ MP നാരായണ മേനോൻ, തനിക്ക് തെറ്റുപറ്റി, ഇതൊക്കെയാണ് നാട്ടിൽ സംഭവിച്ചതെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് മാപ്പ് തരണം എന്ന് പറഞ്ഞ് ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്ത് തന്റെ ശിക്ഷാ കാലാവധിയിൽ ഇളവ് വാങ്ങി പുറത്തു വന്നില്ല. 14 വർഷമാണ് MP നാരായണ മേനോൻ 1921 മലബാർ കലാപത്തിൽ മാപ്പിളമാരെ സഹായിച്ചു എന്നുള്ളതിന്റെ പേരിൽ ജയിലറക്കുള്ളിൽ അടക്കപ്പെട്ടത്. ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് എന്തിനായിരുന്നു മാപ്പിള പക്ഷത്ത് നിന്ന് പൊരുതിയത്, സമരം ചെയ്തത്? അദ്ദേഹത്തെ കയ്യിലും കാലിലും ചങ്ങലകൾ ബന്ധിച്ച് ബ്രിട്ടീഷ് പോലീസുകാരൻ, പട്ടാളക്കാരൻ കുതിരപ്പുറത്തിരുന്ന് വലിച്ചിഴച്ചല്ലേ കൊണ്ടുപോയത്? അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട്, ഖിലാഫത്ത് സ്മരണകൾ. കണ്ടതാണ് അദ്ദേഹം, അനുഭവിച്ചതാണ് അദ്ദേഹം എഴുതിയത്. ആ പുസ്തകത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു വരി ഇത് ഹിന്ദുക്കൾക്കെതിരായി മാപ്പിളമാർ നടത്തിയ സമരമാണ് എന്നെഴുതിയോ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്? കോൺഗ്രസ് എന്തുകൊണ്ടാണ് ആ സമരത്തെ പിന്നീട് തള്ളിപ്പറഞ്ഞത്? കോൺഗ്രസ് നേതൃത്വം ഇന്നത്തെ പോലെ തന്നെ അന്നും സവർണ ഭൂജന്മി താല്പര്യങ്ങളോടും ആളുകളോടും കൂറുപുലർത്തി നിന്നവരായിരുന്നു. അതുകൊണ്ടാണ് അവരിൽ ചിലർക്ക് ചില ബുദ്ധിമുട്ടുകൾ സമരത്തെ തുടർന്ന് അനുഭവിക്കേണ്ടി വന്നപ്പോൾ ആ സമരത്തെ തള്ളിപ്പറയുന്നതിന് സാഹചര്യമൊരുങ്ങിയത്. മലബാർ കലാപകാലത്ത് ഏറ്റവും അധികം ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ക്രൂശിക്കപ്പെട്ടത്, ശിക്ഷിക്കപ്പെട്ടത് ആരാണ് എന്ന് ചോദിച്ചാൽ ഒരു ഭൂജന്മി പോലും ആയിരുന്നില്ല എന്നുള്ളതാണ് ഉത്തരം. ചേക്കുട്ടി എന്ന് പറയുന്ന മലപ്പുറത്തിനടുത്ത് ആനക്കയത്തെ പ്രസിദ്ധമായിട്ടുള്ള ഒരു മുസ്ലിം കുടുംബത്തിലെ അംഗമായിരുന്നു ഏറ്റവും വലിയ വ്യക്തിപരമായ ശിക്ഷക്ക് കലാപകാലത്ത് വിധേയനായത്. ചേക്കുട്ടി ബ്രിട്ടീഷ് പോലീസിൽ സേവനമനുഷ്ഠിച്ചിരുന്ന ആളായിരുന്നു. റിട്ടയർ ചെയ്ത് വിശ്രമ ജീവിതം നയിക്കുന്ന ഘട്ടത്തിലാണ് ഖിലാഫത്ത് പ്രസ്ഥാനം കൊടുമ്പിരി കൊള്ളുന്നത്. ബ്രിട്ടീഷുകാർ പഴയ പോലീസുകാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ ഉപയോഗിച്ചാണ് ചാരപ്രവർത്തനം നടത്തിയത്. കലാപകാരികളുടെ നീക്കങ്ങൾ, അവരുമായി ബന്ധപ്പെട്ട മറ്റു രഹസ്യങ്ങൾ, ഇതൊക്കെ ചേക്കുട്ടിയിലൂടെ അറിഞ്ഞു. ഇതേ തുടർന്ന് സമരക്കാർക്ക് വലിയ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായി. ഇതിൽ പ്രകോപിതനായ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയും സംഘവും ആനക്കയത്തെ ചേക്കുട്ടിയുടെ വീട്ടിലേക്ക് കയറി ചെന്ന്
തട്ടിന്റെ പുറത്ത് ഒളിച്ചിരിക്കുകയായിരുന്ന ചേക്കുട്ടിയെ ബലാത്കാരം പിടിച്ചുകൊണ്ടുവന്ന് ചേക്കുട്ടിയുടെ വീടിന്റെ മുന്നിലിട്ട് അദ്ദേഹത്തെ കൊന്ന് തല വെട്ടിയെടുത്ത് അതൊരു കുന്തത്തിൽ കുത്തി ആനക്കയത്ത് നിന്ന് മഞ്ചേരിയിലേക്ക് ജാഥ നടത്തി. ആ ജാഥയെ വരവേൽക്കാൻ ആനക്കയം മുതൽ മഞ്ചേരി വരെ റോഡിന്റെ ഇരുഭാഗങ്ങളിലും ആളുകൾ തടിച്ചുകൂടി നിന്ന് ആവേശത്തോടെ മുദ്രാവാക്യം വിളിച്ചത് ചരിത്രത്തിൽ ഇടം നേടിയിട്ടുള്ള വസ്തുതയാണ്.